താങ്കളുടെ പാട്ടുകളിലൂടെ ഇൻഡി മ്യൂസിക്കിലൂടെ ഇറക്കുന്ന ഓരോ പാട്ടുകളിനകത്തും ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തികളോടുള്ള തൻ്റെ ഫാമിലി അല്ലെങ്കിൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു നന്ദി പറച്ചിലോ അല്ല അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഫാക്ടേഴ്സാണ് പാട്ടിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അതെ. അതിൽ നിന്ന് അങ്ങനെ വളരെ സെലിബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പാട്ടുകളും വ്യക്തിയും ഒരുപോലെ ജോബ് എന്ന വ്യക്തിയൊക്കെ ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് പർദീസ എന്ന് പറയുന്നൊരു പാട്ടിറങ്ങുന്നത്. അതിലെനിക്ക് ആദ്യമായിട്ട് തോന്നിയത് വെച്ചാൽ അന്ന് 2018 ഇറങ്ങുമ്പോൾ താങ്കൾക്ക് പറയാനുള്ള ഒരു വേദനയായിരുന്നു ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നത്. അതെ. അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന കുറേ നാളായിട്ട് താങ്കൾ വരുന്ന ഒരു അമർഷോ എന്തോ ഒന്നുള്ളിൽ കിടന്നിട്ട് ഇറങ്ങിയ ബിക്കോസ് യു ഹാഡ് എ വെരി പേഴ്സണൽ നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദറ്റ് വീഡിയോ Yeah. which actually spoke about your thoughts, which actually wanted the society to reciprocate to that. Yes. പക്ഷേ അന്നത് ഇറക്കുമ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ഇറങ്ങിയത്? ആൻഡ് ലുക്കിംഗ് ഫോർവേഡ്, അത് ഇറക്കിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഹോപ്പ് എന്തായിരുന്നു? അതോ See, അത് ഞാൻ ഒരു പാട്ട് ഇറക്കിയോണ്ട് ഇപ്പം നമ്മുടെ വ്യവസ്ഥകൾ മാറുമെന്നൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും, പക്ഷേ നടപടിയാവുമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രണ്ട് വർത്താനം പോയി ദേഷ്യത്തിൽ അങ്ങനെ പറയുക എന്നല്ല ഒരു കലാകാരൻ ചെയ്യുക. അത് ആർട്ടിലൂടെ എങ്ങനെയെങ്കിലും നമുക്ക് പറയാനുള്ളത് ഇൻ എ വെരി സട്ടിൽ ആൻഡ് ക്ലാസി മാനർ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ വേദന എനിക്ക് ഉറപ്പായിട്ടും ഇന്നും ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ചെറിയ ജീവിതത്തിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ എന്തോരം പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുകയാണ്, ദിവസവും നടക്കുകയാണ്, എന്നും നടക്കുകയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇല്ലോജിക്കലാണ് ഇതൊക്കെ. കരച്ച ക്ഷണികമാണ് എല്ലാം. ഈ നമ്മൾ നേരത്തെ ഞാൻ വന്നപ്പം AI കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എങ്ങോട്ടാണ് പ്രകൃതി നോക്കൂ എന്ത് പോക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു സമയത്ത് ഇതിനെന്താണ് പ്രസക്തി എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും ജനിച്ചു വീഴുന്ന ഓരോ സാഹചര്യങ്ങളാണ്. അതങ്ങ് അതിലാണ് എന്ന് മാത്രമാണ്. അല്ലാതെ അതൊരു ഭയങ്കരമായ തെറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ കാണുമ്പോഴേക്കും സങ്കടകരമായൊരു താങ്കൾക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയതായിരുന്നു ജനറലായിട്ട് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ ചുറ്റും പല കാര്യങ്ങൾ കാണുന്നതല്ലേ. അതിൻ്റെ അപ്പോൾ ഉറപ്പായിട്ടും അതൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ പോയിന്റ് ഇല്ല. അത് ആരുടെയൊക്കെയോ മുതലെടുപ്പുകളുടെ ഭാഗമായിട്ട് നമ്മൾ വിക്ടിംസ് ആകുന്നതായിട്ടാണ് ആസ് കോമൺ മാൻ തോന്നുന്നത്. അപ്പോൾ അത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ വാളെടുത്ത് ഇറങ്ങുമെന്നല്ല. ബട്ട് വൈ കാൺ പീപ്പിൾ എല്ലാ